ആ അള്ളാഹിൻ്റെ നഫ്സിന് വേണ്ടി എന്ന് പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ ഉദ്ദേശമാണ് നമുക്ക് ഇനി അടുത്ത ആയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വസ്തനഅതുക ലി നഫ്സി അല്ലേ, അള്ളാഹിൻ്റെ നഫ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്തു. അതെന്തിന്? അതാണ് ഈ ദൗത്യം ഏൽപ്പിക്കാനാണ്. ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയ ഫീ ദിക്രി ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അള്ളാഹിൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഇദ്ഹബ് താങ്കൾ പോവുക, ഇദ്ഹബ് അൻത അൻത എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞാൽ താങ്കൾ തന്നെ പോവുക. വ അഖൂക താങ്കളുടെ സഹോദരനും എന്തുകൊണ്ട് പോവുക? ബി ആയാതി നമ്മുടെ ആയത്തുകൾ കൊണ്ട് ആയാത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് പോവുക. വലാ തനിയ ഫീ ദിക്രി. അള്ളാഹു പറയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പോകാൻ ഇദ്ഹബ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൻത്, ആരാ പോണ്ടത്? താങ്കൾ തന്നെ എന്ന് പറയാണ്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പോകേണ്ടത് ഇവിടേക്കാണ്, ഫിറൗൻ്റെ അടുക്കലേക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നതല്ലേ, പലായനം ചെയ്ത് പോകുന്നതാണ്, ഭയചകിതനായി പോകുന്നതാണ്. അതും പിന്നെ പറഞ്ഞു ഒരാൾ വന്നിട്ട് പിന്നെ മൂസ പ്രമാണിമാർ താങ്കൾക്കെതിരിൽ തന്ത്രം മനിയാണ്, കൂടിയാലോചന നടത്താണ് താങ്കളെ കൊല്ലാൻ. അത് കേട്ടിട്ട് പാഞ്ഞതാണ്. അപ്പം ഞാൻ പാഞ്ഞു കൊടുത്തേക്കാണ് പോകാൻ പറയുന്നത്. അപ്പോൾ താങ്കൾ പോവുക എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിക്കണം. അതുകൊണ്ടാണ് വ അഖൂക് താങ്കളുടെ സഹോദരനും. അഖാറാണ് നമുക്ക് വന്നു അല്ലേ, അല്ലാഹു പറഞ്ഞില്ലേ സ നശുദ്ദു അദുദക ബി അഖീക്, താങ്കളുടെ സഹോദരനെ കൊണ്ട് താങ്കളുടെ അദൂദിനെ ഞാൻ ബലപ്പെടുത്തും എന്ന് പറഞ്ഞു, താങ്കൾക്ക് ശക്തി പകരുമെന്ന് പറഞ്ഞു. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടിയത് വജ്അല്ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, എൻ്റെ സഹോദരൻ ഹാറൂനെ. അപ്പോൾ അതാണ് വ അഖൂക് താങ്കളുടെ അഖും പോവുക, ബി ആയാത്തി എൻ്റെ ആയത്തുകൾ കൊണ്ട്. ഉഖുവ അല്ലെങ്കിൽ ഇഖ്വ ഉണ്ടല്ലോ, അത് മുഷാറക്കയാണ് അറിയിക്കുക. മുഷാറക്ക കാരണം എന്താ? മുഷാറക്ക പങ്കാളിത്താണ് അല്ലേ. പങ്കാളിത്തം ചിലപ്പം വിലാദയിലായിരിക്കും. വിലാദ പറഞ്ഞാൽ പ്രസവത്തിൽ പങ്കാളിയാകുമ്പോഴാണ് നമ്മളെന്ത് രക്തബന്ധം. ചിലപ്പോൾ വാപ്പി ഉമ്മി ഒത്ത സഹോദരൻ, പൂർണ്ണ സഹോദരൻ, അല്ലെങ്കിൽ അർദ്ധ സഹോദരൻ, വാപ്പൊത്ത സഹോദരൻ, അല്ലെങ്കിൽ ഉമ്മത്ത സഹോദരൻ അല്ലേ. പിന്നെ മുഷാറക്ക് വരും ഇവിടെ റദാ എന്താ മുലപിടിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ മുലപിടി ബന്ധത്തിൽ എന്ത് ചെയ്യും? സഹോദരന്മാർ വരും. അതേപോലെ തന്നെ ഈ മുഷാറക്ക വരും ചിലപ്പം ദീനിൻ്റെ വിഷയത്തിൽ അല്ലേ. ദീനിൻ്റെ വിഷയത്തിൽ സഹോദരങ്ങൾ ഉണ്ടാവും അല്ലേ. അതാണ് ഇസ്ലാമിക സാഹോദര്യം, ആദർശ സഹോദരങ്ങൾ. അതേപോലെ തന്നെ പിന്നെ സഹോദരങ്ങൾ വരും, പല വിഷയങ്ങളിലും വരും. അപ്പോൾ പിന്നെ ചിലപ്പം പിന്നെ നമ്മൾ പറയില്ലേ, പിന്നെ ഇപ്പോൾ നാട്ടുകാരെ കുറിച്ച് സഹോദരങ്ങൾ എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ മറ്റു ചില ഇടപാടുകളിൽ എൻ്റെ സഹോദരനാണ് എന്ന് പറയും. അങ്ങനെ ഏതായാലും ചില നിർണിത വിഷയങ്ങളിലുള്ള മുഷാറക്ക, അതാണെന്ത് ഇഖ്വത്ത്, സഹോദരങ്ങൾ എന്നുള്ളത്. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരനാണ് ആര്? ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം.